ഹേ ഗായ്സ്, രാത്രിയായി. എനിക്കും പിള്ളേർക്കും റൗണ്ട് അടിക്കാനുള്ള പൂതി മൂത്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായി നിൽക്കുകയാണ് ഇക്കച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാനും പിള്ളേരും മിക്ക ഡേയ്സും ഒരു 2 ദിവസം കൂടുമ്പോൾ മിക്ക ഡേയ്സും ഞങ്ങൾ ഇങ്ങനെ വായൊക്കിച്ച് റൗണ്ട് അടിക്കാൻ പോവാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് വാശി പിടിക്കും. അപ്പം ഞങ്ങൾ തൃശ്ശൂർ റൗണ്ട് 2, 3, 4 വട്ടം കറക്കി വീട്ടിൽ കൊണ്ട് നടക്കും. ഇത് മിക്കവാറും ഞങ്ങൾ ചെയ്യിപ്പിക്കാറുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് എവിടേക്ക് പോകാനില്ല. ഇക്കച്ചി കൂടുതലും ബിസി ആയിരിക്കും. അപ്പോൾ ഇതെങ്കിലും ഞങ്ങൾ ചെയ്യിപ്പിക്കണ്ടേ. അപ്പോൾ ദേ ഇക്കച്ചി വന്നു, ഹെൽമറ്റൊക്കെ ഇടിപ്പിച്ചു. ഗേസ് എന്നെ ഫൈൻ അടയ്ക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് തലയിലിട്ടിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ പോയി എവിടേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ സബ്വേയുടെ ഒരു ഔട്ട്ലെറ്റ് കണ്ടു. അപ്പോൾ എന്നാൽ പിന്നെ അവിടെ കയറാം, ഞങ്ങൾ ഷോപ്പിൽ നിന്നാണ് ട്രൈ ചെയ്തിരിക്കണത്, വന്നാൽ നമുക്ക് അവിടെ പോയി ട്രൈ ചെയ്യാം. വേദ ചെന്ന പാടെ ഒരു ചോക്ലേറ്റിൻ്റെ ഡ്രിങ്ക് എടുത്ത് കുടിച്ചു ഗേസ്. പിന്നെ ദേ അടിപൊളിയായിരുന്നു, നല്ല നല്ല ആംബിയൻസ്. ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവന്മാരവിടെ കിടന്ന് കളിക്കായിരുന്നു ഗെയ്സ്, ഓളിടലും കളിയൊക്കെ ആയിരുന്നു. ഇവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഐറ്റംസൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. വെജീസ് ആയിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, എല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് അവരോട് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ ഒരു മൾട്ടിഗ്രെയിൻ റാപ്പിൽ ടെറിയാക്കി ചിക്കൻ്റെ ഒരു സംഭവമാണ്. അത്യാവശ്യം ടൊമാറ്റോ ഒഴിച്ചുള്ള ബാക്കി എല്ലാ വെജീസും ഞാൻ ഇടാൻ പറഞ്ഞു. അപ്പോൾ അടിപൊളിയായിരുന്നു. എൻ്റെ റാപ്പ് വന്നിട്ട് ഇക്കച്ചി അന്ന് ഷോബയിൽ നിന്ന് ഓർഡർ ചെയ്തത് തന്നെ സെയിം ടൂണ ഫിഷിൻ്റെ ഒരു സാൻഡ്വിച്ചാണ് ഇക്കച്ചി ഓർഡർ ചെയ്തത്. പിള്ളേർക്ക് വലിയ സ്പൈസി ഇല്ലാതെ സ്പൈസി സോസ് ഒന്നും ആഡ് ചെയ്യാതെ ഇക്കച്ചിക്ക് ഒരു പോർഷനിൽ അത്യാവശ്യം സ്പൈസി സോസ് ആക്കിയിട്ട് എടുത്തു. പിള്ളേർക്ക് അങ്ങനെ എടുത്തില്ല. പിള്ളേർ പിന്നെ അത് അത്രയ്ക്ക് കഴിക്കില്ല എന്നുണ്ടപ്പോൾ ഞങ്ങൾ മീറ്റ് ബോൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും വന്നിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ല ഫ്ലേവറൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് കുറച്ചും കൂടിയും ഷോബെൽത്തെ ഔട്ട്ലെറ്റത്തെയാണ് കേട്ടോ കുറച്ചുകൂടിയും ഇഷ്ടപ്പെട്ടത്. ഇവിടത്തേക്കാളും കുറച്ചുകൂടിയും ടേസ്റ്റ് അവിടെയായിരുന്നു. എനിവേയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അത്യാവശ്യം ഫില്ലിംഗ് ആയിരുന്നു. പിന്നെ ഇവരുടെ ഈ ഒരു സ്മൂത്തി, മാംഗോ സ്മൂത്തി പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഇഷ്ടമായി, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല വെജീസൊക്കെ അകത്തേക്ക് പോകും കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പോൾ കഴിച്ചതിൽ ഇത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും അത്രയ്ക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. നമ്മൾ ചൂസ് ചെയ്യണതിനും എക്സ്ട്രാ ചീസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് എമൗണ്ട് ആവും. അതർവൈസ് ഇത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഒരുപാട് വെജീസൊക്കെ അകത്ത് പോവും, ഹെൽത്തിയാണ്, അത്യാവശ്യം ഫുൾഫില്ലിങ്ങും ആയിരിക്കും. പിന്നെ ഒരു സമാധാനം, പുറത്തുനിന്ന് കഴിച്ചാൽ ഇത്രയും വെജീസൊക്കെ അകത്ത് പോയിട്ടില്ല എന്നൊക്കെ ആലോചിച്ച് അങ്ങനെയൊക്കെ ഇരിക്കാമെന്നൊക്കെ മാത്രം. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സ്മൂത്തിയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഗൈസ്. ഇതൊന്നും കഴിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഔട്ട്ലെറ്റ് അവിടെ കണ്ടപ്പോൾ ഇവിടെ ഉണ്ടാ എന്ന് പറഞ്ഞ് അങ്ങനെ കയറിയതായിരുന്നു ഗൈസ്. പിന്നെ അതേ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയി കിടന്നുറങ്ങുക, അത്ര തന്നെ.